ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലാട്ടോ. ഈ ആന്ധ്രാപ്രദേശത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ അറിയോ? ഞാൻ വാഹനം ഓടിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും പെട്ടെന്ന് അവൻ ഷോക്കായി പോണൊരു കാഴ്ചയുണ്ട് മക്കളെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടില്ല കേട്ടോ. ഇത് നല്ല രാത്രി സംഭവിച്ചൊരു സംഭവം. അതൊരു KL വണ്ടിയാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു കേരള രജിസ്ട്രേഷനുള്ള വണ്ടിയെന്ന് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുറേ ഡ്രൈവേഴ്സ് പറഞ്ഞു അവർക്ക് എന്താ സംഭവിച്ചിട്ടൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങളുടെ നാട്ടിലത്തെ വണ്ടിയാണ്, ഒരു ഇൻഫർമേഷൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. എവിടെയുള്ള വണ്ടിയൊന്നും കൂടി അറിയാൻ സാധിക്കണില്ല, കാരണം നമ്പർ പ്ലേറ്റൊക്കെ ചിതറിപ്പോയി. എന്താ ഇത് കാണുന്നത് മെയിൻ ആന്ധ്ര ഹൈവേ കിടക്കുന്ന ഒരു കാഴ്ച നോക്കിങ്ങളാണ്. നോക്കിങ്ങൾ ഇതാണ്ട വണ്ടിയുടെ അവസ്ഥ നോക്കിങ്ങൾ ഇതാണ്ടോ. ഒരു കേരള നമ്പർ പ്ലേറ്റൊക്കെ ചിതറിപ്പോയി. ഇങ്ങോട്ട് നോക്കിങ്ങൾ, ഇതൊരു വണ്ടിയാണ്. ഒരു വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു, ഇതിൽ ആളുകൾ 100% മരിച്ചിട്ടുണ്ടാവും. കാരണം ഈ വണ്ടി ഇങ്ങനെ ആയിപ്പോയി. നോക്കി നിങ്ങൾ കണ്ടോ, ഏകദേശം അവിടുന്ന് ഇടിച്ചിട്ട് ഇവിടേക്ക് തെറിച്ചാന്ന് എനിക്ക് തോന്നുന്നു. പീസായിപ്പോയി കണ്ടോ. അതൊരു മഹേന്ദ്രയുടെ വണ്ടിയെന്നാണ് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ചെങ്ങായിമാരെ, അന്യ സംസ്ഥാനത്ത് പോയി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം എനിക്കിങ്ങനെ ചെറുങ്ങനെ ഒരു ഉറക്കം വന്നിട്ട് ഞാൻ വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോവാ. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഈ കാഴ്ച കണ്ടതും സുബ്ഹാനല്ലാഹ് ഞെട്ടി ഉണർന്നത്. ഞാൻ ഉറക്കം പോയിന്ന് മനസ്സിലാകണ്ട. ഈ വാഹനം ഞാൻ എൻ്റെ കണ്ണിൽ പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോവാ. പെട്ടെന്നാണ് ഈ ഒരു കാഴ്ച കണ്ട് പൊന്നാര മക്കൾ, അത് കണ്ടോട് കൂടിയിട്ടുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, ആ ഉറക്കം എവിടെ പോയിന്ന് അറിയില്ല. അന്യ സംസ്ഥാനത്ത് വാഹനം ഓടിക്കുമ്പോഴേ ഞാനും നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ, നമുക്ക് അറിയാത്ത ഭാഷ, അറിയാത്ത റോഡുകൾ, എന്താ പറയുക, ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും വാഹനങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ഒരു വണ്ടിയുടെ അവസ്ഥ. നോക്കിങ്ങൾ കണ്ട.